പുതിയൊരു മലയാളം ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വൈജ്ഞാനിക സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന ഒരു പാഠഭാഗമാണ്. പാഠഭാഗത്തിന്റെ പേര് അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. അപ്പോ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ലൊരു അയൽപ്പക്കത്തിന്റെ ആവശ്യകതയും ഇന്നത്തെ കാലത്ത് അയൽപ്പക്കങ്ങളുടെ ആ അവസ്ഥ എന്താ പറയാ, അപ്പൊ അതിന് നമ്മൾ പണ്ട് കാലം മുതൽക്ക് ശീലിച്ചു വന്നതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ ഓരോരോ മനുഷ്യരുടെയും ജീവിതത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ബാധിക്കപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് അവരുടെ ജീവിതത്തിൽ എടുത്തു പറയണമെങ്കിൽ അയൽപ്പക്കങ്ങളോടുള്ള സമീപനമാവാം, രീതിയാവാം, ഒക്കെയാണ്. അത് അയൽപ്പക്കക്കാരുടെ പ്രശ്നമാണോ അവനവന്റെ പ്രശ്നമാണോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു നല്ല അയൽപ്പക്കം ഏവരുടെയും ജീവിതത്തിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമ്മളെ മുൻ അനുഭവങ്ങളിൽ നിന്നും കഥകളിൽ നിന്നും സിനിമകളിൽ നിന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു രചനയാണ് പ്രശസ്ത എഴുത്തുകാരൻ സുകുമാർ അഴീക്കോട് സാറ് രചിച്ചിട്ടുള്ള അയൽപ്പക്കം എന്ന ഉപനിഷത്ത് ചർച്ച ചെയ്യുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ 2024 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് രീതികൾ, ഇവയെല്ലാം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ നമ്മുടെ ജീവിതം ഇന്നത്തെ കാലത്ത് ഒരുപാട് രീതിയിൽ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളുടെ നമ്മളെ എന്താ പറയാ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിലാവട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ആരോഗ്യ രംഗത്താവട്ടെ, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പുതുതായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനു പുറകെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. ടെക്നോളജി എല്ലാം അതിന് ഉദാഹരണമാണ്. പക്ഷെ അന്നും ഇന്നും അവരവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവനവന്റെ കാര്യത്തിന് തന്നെയാണ്, സ്വന്തം കാര്യത്തിന് വേണ്ടി തന്നെയാണ്. കുടുംബം, അതിലുൾപ്പെടുന്ന ഭാര്യ, അച്ഛൻ, അമ്മ, ബന്ധുക്കൾ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പേര് അയൽക്കാരായിരിക്കും. നമ്മൾ പലപ്പോഴും ചിലപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അകലെയുള്ള ബന്ധുക്കളെക്കാൾ കൂടുതൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക, അല്ലെങ്കിൽ ഏറ്റവും ആപത്ത് സമയത്ത് സഹായകമാവുക തൊട്ട അയൽപ്പക്കങ്ങളിലുള്ള ആളുകളായിരിക്കും. അപ്പോ പാഠത്തിലേക്ക് നമ്മൾ നേരിട്ട് കടക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ PDF ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ലേഖന ഭാഗമായതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് വായിച്ച് ഓരോ വാക്യങ്ങളും വരികളും വായിച്ച് നമുക്ക് ആശയം വിശദീകരിക്കുക സാധ്യമല്ല. അതിനാൽ തന്നെ ഓരോരോ ഖണ്ഡികകൾ നിങ്ങളുടെ സ്ക്രീനിൽ തെളിയുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് വായിക്കാനും സംശയങ്ങൾ എന്തെങ്കിലും കുറിച്ച് വെച്ച് പിന്നീട് ചോദിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങളിലേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആശയങ്ങൾ എത്തിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പൊ ഒരിക്കൽ കൂടി ഏവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോണേ. എല്ലാവരും ക്ലാസ് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. യെസ്. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അയൽപ്പക്കം എന്ന ഉപനിഷത്ത്. നമുക്ക് ആദ്യമായിട്ട് പല കാര്യങ്ങളും നമ്മൾ തുടങ്ങാറുണ്ട്. ഇന്ന് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. ആ ചിത്രം നോക്കൂ, എന്ത് മനോഹരമായിട്ടുള്ള ചിത്രം അല്ലെ? ആ ചിത്രം സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് അയൽവാസികൾ, നമ്മുടെ കേരളത്തിൽ എവിടെയല്ല, എന്നിരുന്നാലും ആ ഒരു
വീടിനെ വേർതിരിക്കുന്ന ആ ഒരു മതിലുകൾ, അല്ലെ, രണ്ട് വീടുകളെ വേർതിരിക്കുന്ന മതിലുണ്ട്. പക്ഷേ രണ്ട് കുടുംബവും അതിന് ഒത്ത നടുക്കെ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തോ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത്. ആ ഒരു ചിത്രം പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ വിസിബിളി കാഴ്ചയിൽ അങ്ങനെ ഒരു മതിലുണ്ടാവില്ല. ഇതിലൊരു മതിലുണ്ടെങ്കിലും അവരുടെ അയൽപ്പക്കം നല്ല ശക്തമായ സ്നേഹസമ്പന്നതയുടെ അടയാളമായിട്ട് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ പലയിടങ്ങളിലും കാഴ്ചയിൽ അത്തരത്തിലൊരു മതിലില്ല എങ്കിലും നമ്മളുടെ അയൽപ്പക്കങ്ങൾ പലപ്പോഴും ഒരു മതിലിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ ദൃഢമായ എന്തോ കൊണ്ട് മറച്ചു കെട്ടിയിരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു രചനയുടെ പുറകിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ലൊരു അയൽപ്പക്കത്തിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിനും ഒരു കെട്ടുറപ്പ് ഉണ്ടാക്കി തരുമെന്നുള്ളതും നമ്മളുടെ എഴുത്തുകാരൻ പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ ലേഖകൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അടുത്തത് ആ ഒരു പേരാണ്, അല്ലെ, ഈ ഒരു ശീർഷകം അയൽപ്പക്കത്തിന്റെ അല്ലെങ്കിൽ അയൽപ്പക്കം എന്ന ഉപനിഷത്ത്, അല്ലെ. ഒന്ന് അയൽപ്പക്കം, അടുത്ത വീട് എന്നുള്ള അർത്ഥം, അത്രയേ ഉള്ളൂ. എന്താണ് ഉപനിഷത്ത്? ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മള് 108 ഉപനിഷത്തുകളുണ്ട്. നമ്മുടെ ഒരുപാട് വേദത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഉപനിഷത്തുകൾ നമുക്കറിയാം. അപ്പോ എന്താണ് ഈ ഉപനിഷത്തിന്റെ അർത്ഥം? ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സമീപത്തിരുന്ന് കേൾക്കുന്നത് എന്നാണ്. എന്നാൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് നിരവധി, ഒരു 108 ഉപനിഷത്തുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോ സമീപത്തിരുന്ന് കേൾക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കാം. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അറിയോ മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട്? എന്നാൽ ഉണ്ട്. എന്തെന്നല്ലേ? അതായത്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വായിച്ച് ആ ഒരു ഭാഗം എത്തുമ്പോ വിശദീകരിക്കാം. അതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നു. എന്താ, അങ്ങനെ ചെയ്താൽ പോരെ? ഓക്കെ, അത്തരത്തിൽ നമുക്ക് ചർച്ച ചെയ്തു പോവാം. അപ്പോ അടുത്തിരുന്ന്, സമീപത്തിരുന്ന് കേൾക്കുന്നത് എന്നർത്ഥം വരുന്ന ഉപനിഷത്ത്, അത് ചേർന്ന് അയൽപ്പക്കം എന്ന ഉപനിഷത്ത്, നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ, അല്ലെ, കുടുംബം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ സമീപത്തിരിക്കുന്നു. രണ്ടാമത് നമ്മൾ മൂന്നാമത് ഗ്രന്ഥകാര പരിചയത്തിൽ സുകുമാർ അഴീക്കോട് സാറിനെ കുറിച്ച് വായിച്ചു നോക്കൂ. അതെ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, വിമർശകൻ, അധ്യാപകൻ, എല്ലാ നിലയിലും പ്രവർത്തിച്ചു. 1926 മെയ് 12 അഴീക്കോട് ജനനം. അതാണ് സുകുമാർ അഴീക്കോട്, അല്ലെ. നിരവധി ഇവിടെ ബിരുദങ്ങൾ: കോളേജ് പ്രിൻസിപ്പൽ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ, UGCയുടെ ആദ്യത്തെ നാഷണൽ ലെക്ചർ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, രാജാജി പുരസ്കാരം, അങ്ങനെ നിരവധി ബഹുമതികൾ. തത്വമസി, മലയാള സാഹിത്യ വിമർശനം, ആശാന്റെ സീതാകാവ്യം, അങ്ങനെ ഒരുപാട് രചനകൾ. അങ്ങനെ 2011 ജനുവരി 24 മരണം. അപ്പോ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഗ്രന്ഥകാര പരിചയമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാൻ മാത്രം. നമുക്ക്
പാഠഭാഗത്തിലേക്ക് കടക്കാം. കഥകളിൽ ധാരാളം അയൽപ്പക്കവും അയൽപ്പക്കക്കാരെയും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ആത്മകഥകളിലൊന്നും അത്രയ്ക്ക് സ്ഥാനമില്ലാത്ത ഒരു വശമാണ് അയൽപ്പക്കത്തെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗം ആരംഭിക്കുന്നത്. ഷേക്സ്പിയറും ടോൾസ്റ്റോയും അയൽക്കാരെ പറ്റി എഴുതിയവരാണെന്നും അദ്ദേഹം പറയുന്നു. ആരൊക്കെയാണ് ഷേക്സ്പിയറും ടോൾസ്റ്റോയും ഒക്കെ അറിയില്ലേ? ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ അല്ലെ, ഇംഗ്ലീഷ് കവിയാണ്, നാടകകൃത്താണ്. അദ്ദേഹത്തിന്റെ മരണ ദിവസം ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്ന അത്രത്തോളം സാഹിത്യരംഗത്ത് ഏറെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് വില്യം ഷേക്സ്പിയർ. ലിയോ ടോൾസ്റ്റോയ്, അദ്ദേഹം റഷ്യൻ സാഹിത്യകാരനാണ്, നോവലിസ്റ്റ് ആണ്. നിരവധി വിശ്വപ്രസിദ്ധ നോവലുകൾ രചിച്ചു. സെപ്റ്റംബർ 9, 1828 മരണം. അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ രചനകളിൽ അയൽപ്പക്കക്കാരെ കുറിച്ചും അയൽപ്പക്കത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടോൾസ്റ്റോയ് പറ്റി എഴുതുമ്പോൾ അയൽക്കാരെ പറ്റി പറഞ്ഞ് കാണുന്നില്ല എന്ന് എടുത്തു കാണിക്കുന്നു. ആത്മകഥാ രചനയുടെ ഉദ്ദേശവും കാഴ്ചപ്പാടും അനുസരിച്ച് അതിന്റെ ഉള്ളടക്കത്തിന് വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകാം. ഇതാണ് ആദ്യ ഖണ്ഡിക ചർച്ച ചെയ്യുന്നത്. അതായത് അയൽപ്പക്കക്കാരെ കുറിച്ചും അയൽപ്പക്കങ്ങളെ കുറിച്ചും ധാരാളം കഥകളും മറ്റും വന്നിട്ടുണ്ടെങ്കിലും ആത്മകഥകളിൽ അത് അത്രത്തോളം കാണുന്നില്ല. എന്തിന്? ലിയോ ടോൾസ്റ്റോയും വില്യം ഷേക്സ്പിയർ ഒക്കെ അയൽക്കാരെ പറ്റി എഴുതിയ ആളുകളാണെങ്കിലും ടോൾസ്റ്റോയ് തന്നെ പറ്റി ആത്മകഥാ രചനയിൽ എഴുതിയ സമയത്ത് അയൽക്കാരെ പറ്റി പറഞ്ഞ് കാണുന്നില്ല എന്നുള്ളത് അല്ലെ. ആത്മകഥ, എന്താണ് ആത്മകഥ? ആത്മകഥ എന്ന് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കഥാരൂപത്തിലോ രചനാരൂപത്തിലോ എഴുതുന്ന ഒന്നിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. അപ്പൊ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ ആത്മകഥാ രചനയിൽ അയൽക്കാരെ കുറിച്ച് പറഞ്ഞതായി കാണുന്നില്ല. എന്താകും അതിന് കാരണം? കാരണം ആത്മകഥാ രചനയില് അതെന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ കാഴ്ചപ്പാട്, അതിനനുസരിച്ച് ഒരുപാട് ഉള്ളടക്കത്തിൽ മാറ്റം വരും. അതായത് ആത്മകഥാ രചനയില് പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആത്മകഥാ രചന എന്ന് പറയുന്നത് എപ്പോഴും വായനക്കാരെ ആകർഷിക്കണമെങ്കിൽ അത് അത്രത്തോളം സത്യസന്ധമായിരിക്കണം. നമുക്ക് സത്യം പറഞ്ഞ പച്ച മലയാളത്തിൽ തള്ളാണെന്ന് തോന്നരുത് എന്നർത്ഥം. അതുപോലെ തന്നെ നല്ല വായനക്കാരിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുകയും വേണം. അപ്പോൾ ആ ഒരു ഉദ്ദേശവും കാഴ്ചപ്പാടും അനുസരിച്ച് ചിലപ്പോൾ അയൽപ്പക്കത്തിന് പ്രാധാന്യം കാണുന്നുണ്ടായിരിക്കില്ല ആര്? ടോൾസ്റ്റോയ്. അതുകൊണ്ടാണ്. അപ്പോ അടുത്ത ഖണ്ഡികയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജാക്കന്മാർക്ക് അയൽപ്പക്കമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഖണ്ഡിക ആരംഭിക്കുന്നത്. കാരണം രാജാക്കന്മാർക്ക് അയൽപ്പക്കമില്ല. അപ്പൊ പകരം എന്താ ഉള്ളത്? രാജാക്കന്മാർക്ക് അയൽ രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോ എന്നാൽ എല്ലാ മഹാത്മാക്കൾക്കും ആചാര്യന്മാർക്കും അയൽക്കാരാണ് എല്ലാവരും. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് ക്രിസ്തുദേവൻ പ്രസംഗിച്ചപ്പോൾ അയൽപ്പക്കം സ്വന്തം വീടായിത്തീരുന്നു. ലോകം ഒരു പക്ഷിക്കൂടാവുക എന്നതിന് വേദങ്ങളുടെ പഴക്കമുണ്ടെങ്കിൽ തന്റെ വിശ്വഭാരതിയുടെ മുഖബുദ്ധയായിട്ട് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അതിനെ സ്വീകരിച്ചത് അത് പൊതു യുഗത്തിന്റെ തന്നെ ശബ്ദമായിട്ട് തീർന്നു. ലോകമേ തറവാട് എന്ന് നമ്മുടെ ഗുരുനാഥനെ പറ്റി മഹാകവി വള്ളത്തോൾ പാടിയത് ഈ സത്യം വിളിച്ചു പറയുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. രാജാക്കന്മാർ എന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ രാജാവിനൊന്നും അയൽപ്പക്കങ്ങളില്ല. പക്ഷേ മഹാത്മാക്കൾക്കും ആചാര്യന്മാരൊക്കെ അല്ലെങ്കിൽ അയൽക്കാരാണ് എല്ലാവരും. കാരണം ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടിൽപ്പെട്ട ഒന്നാണ് എന്ത്? നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും എന്ത് ചെയ്യുക? സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മലയാളത്തിന്റെ ഇന്ത്യയുടെ തന്നെ പ്രശസ്തി വാനോളം ഉയർത്തിയ ആദ്യത്തെ ഇന്ത്യൻ നൊബേൽ സമ്മാന ജേതാവ് കൂടിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ
അദ്ദേഹത്തെ ഇതിനെ സ്വീകരിച്ചത് എന്തായിരുന്നു? പുതുയുഗത്തിന്റെ ശബ്ദം, അല്ലെ? ലോകം ഒരു പക്ഷിക്കൂടാവുക എന്നതിന് ഒരു വേദങ്ങളുടെ പഴക്കമുണ്ടെങ്കിൽ അത് വിശ്വഭാരതിയുടെ മുഖമുദ്രയായിട്ട് രവീന്ദ്രനാഥർ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ലോകമേ തറവാട്, അല്ലെ? ഇത് എന്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ തന്റെ ഗുരുനാഥനെ പറ്റി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഒരു കവിതയാണ് ലോകമേ തറവാട് എന്നുള്ളത്. അതില് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്നുണ്ട്, ലോകമേ തറവാട് ഈ ചെടികളും പൂക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് വരികൾ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ ലോകം തന്നെ ഒരു തറവാടാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഒരു ഭാഗത്തിൽ പറയുന്നു. അപ്പോ ആദ്യം പറഞ്ഞത് ക്രിസ്തുദേവനെ കുറിച്ചാണ്. ക്രിസ്തുദേവൻ, അദ്ദേഹം നമ്മൾ വേണമെങ്കിൽ യേശു ക്രിസ്തു, അല്ലെ, അതങ്ങനൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ മേൽ രാജദ്രോഹം കുറ്റം ചുമത്തിയിട്ട് അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മൾക്ക് തന്ന വലിയൊരു സന്ദേശമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വചനമാണ് അയൽക്കാരെ, നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത്. അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ, നേരത്തെ ഞാൻ പറഞ്ഞു, നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. അദ്ദേഹം പറഞ്ഞത് ലോകം ഒരു പക്ഷിക്കൂടാവുക എന്ന ആശയത്തെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അടുത്തത് വള്ളത്തോളാണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ മഹാത്മാഗാന്ധിജിയെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലുടനീളം അദ്ദേഹം വിശേഷിപ്പിച്ചതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു വരിയാണ്, ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ, അല്ലെ? ഇത്തരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ബഷീർ, അല്ലെ? ബഷീർ പറയുന്നുണ്ട്, എന്താണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്, എന്താണ്? ഭൂമിയുടെ അവകാശികളെ കുറിച്ച്. അപ്പൊ ഭൂമിയിലെ എല്ലാവരും എന്താണ്? തന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് എല്ലാവരും അവകാശികളാണെന്നൊക്കെ പറയുന്നു. അപ്പോ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും പറയുന്നത് ലോകം ഒരു തറവാടാണ്. ലോകത്തിലുള്ള എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയൽക്കാരും അല്ലെങ്കിൽ ബന്ധുക്കളും കുടുംബവും ആയി തീർന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എല്ലാ അയൽക്കാരെയും ഒരുപോലെ സ്നേഹിക്കാനും കാണാനും സാധിക്കും. ഉപനിഷത്തിനെ പറ്റി പഠിച്ചു തുടങ്ങിയ കാലത്ത് അതിന്റെ അഗാധമായ അർത്ഥങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആപ്തിയുടെ നിഘണ്ടുവിൽ ആ വാക്കിന് അയൽവീട് എന്ന അർത്ഥം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ആ ഒരു പദത്തിന് വേറെന്തെങ്കിലും അർത്ഥം നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത്. ഉപനിഷത്ത് എന്തെന്ന് പഠിച്ചു തുടങ്ങിയ കാലത്ത് അദ്ദേഹം സുകുമാര അഴീക്കോട്, അദ്ദേഹം ആപ്തെ എന്ന് പറയുന്ന, ആപ്തെ എന്ന് പറയുന്നത് VS ആപ്തെ, അതായത് വാമനൻ ശിവറാം ആപ്തെ, ഒരു മറാഠി സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, അയൽവീട്. എന്തിനാ അയൽവീട്? ഉപനിഷത്തിന് പകരം പദമായി അല്ലെങ്കിൽ അർത്ഥതലങ്ങൾ നൽകിയപ്പോൾ ഉപനിഷത്തിന് അർത്ഥമായി നൽകിയിരിക്കുന്ന വാക്ക് അയൽവീട്. അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ അതുകൊണ്ടാണ് അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എന്ന് ചിലപ്പോൾ നമ്മുടെ ഇതിനിടാൻ വേണ്ടിയുള്ള കാരണം. ബ്രഹ്മത്തിലേക്കുള്ള വഴിയിൽ എവിടെയോ അയൽപ്പക്കത്തിനും സ്ഥാനമുണ്ടെന്ന് ചിന്ത എന്നിൽ അങ്കുലിച്ചു. ഈശ്വര സ്നേഹം തുടങ്ങേണ്ടത് അയൽപ്പക്ക സ്നേഹത്തിൽ നിന്നാണ്. അപ്പോ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ, ബ്രഹ്മം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, അല്ലെ? അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ്. അപ്പോ ആ ബ്രഹ്മത്തിലേക്കുള്ള ആ വഴിയിൽ എവിടെയോ അയൽപ്പക്കത്തിനും സ്ഥാനമുണ്ടെന്ന് ലേഖകന് തോന്നിക്കാണണം. അതുകൊണ്ടാണ് ഇപ്രകാരം എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം
നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ പലരും ആ ഒരു ജീവിതത്തിൽ പച്ചമലരുടെ സ്വന്തം കാര്യം അവനവന്റെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ. ഏറിപ്പോയാൽ നമ്മളെ കുടുംബം, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ബാക്കിയെല്ലാം അവർക്ക് അല്ലെങ്കിൽ നമുക്ക് അന്യരാണ്. ഇന്ന് പണ്ടുള്ളതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പണ്ടൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോന്നിരുന്നത്. പതിയെ 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 അണുകുടുംബം എന്ന വ്യവസ്ഥയിലേക്ക് മാറി. അതോടുകൂടി പല രീതിയിലുള്ള പ്രശ്നങ്ങളും തുടങ്ങി. ഇന്ന് ഒരു വീട് വെക്കുകയാണെന്നെങ്കിൽ ആദ്യം തന്നെ ആ വീട് വെക്കുന്നതിന് മുമ്പ് അവിടെയുള്ള പരിസരത്തുള്ള മുഴുവൻ ചെടികളും മറ്റു സാധനങ്ങളൊക്കെ വെട്ടി നിരപ്പാക്കി വീട് ഉയർത്താൻ തുടങ്ങും. ഉയർന്നു ഉയർന്നു ഉയർന്ന് വീട് വലിയൊരു വീടായി നിന്ന സമയത്ത് വേഗം 4 ചുറ്റിലൊരു മതിലിന് ഉള്ളില് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഒരു വലിയ ഗേറ്റും കൂടെ വെച്ചാൽ നല്ല മനോഹരമായ വീടായി. ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, 4 ചുവരുകൾ അല്ലെങ്കിൽ 4 മതിലുകൾ ചേർന്നാൽ അത് എന്താവില്ല, വീടാവില്ല. അതിനുള്ളിൽ ആളുകൾ വേണം. ആ ആളുകൾക്ക് മനസ്സിൽ സ്നേഹം വേണം, പരസ്പര ബന്ധങ്ങൾ ഉണ്ടാവണം. ആ ബന്ധങ്ങളിൽ സ്നേഹം കണ്ടെത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ അതൊരു വീടാവുള്ളൂ. ഇന്ന് പലപ്പോഴും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ പണ്ട് കാലത്തൊക്കെ ആളുകൾക്ക് തൻ്റെ വീടിന് തൊട്ടടുത്തുള്ളതെന്നല്ല, ഏകദേശം നമ്മുടെ നാട്ടിലുള്ള പല ആളുകളെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ട്. പേര്, അവർ ചെയ്യുന്ന ജോലി, എന്തൊക്കെയാണ്, ആ വീട്ടിൽ ആരൊക്കെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലും അവര് ബോധവാന്മാരായിരുന്നു. അത് തേടി പിടിച്ച് അന്വേഷിച്ചിട്ടല്ല, അത് അവരെന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി അതാണ് അറിയും. പക്ഷെ ഇന്നത്തെ കാലത്ത് തൊട്ടയൽവക്കത്ത് താമസിക്കുന്ന ആളെ പേര്, അവിടെ എത്ര പേരുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്തവർ പോലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഒരാൾ വന്ന് അടുത്ത വീട്ടിൽ ആരെ താമസിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പേരുണ്ടാണ്, വേറെ എന്താ ജോലി, എന്ത് ചെയ്യുന്നു, ജോലി അത് എനിക്കറിയില്ല, അവിടെ വേറെ ആരൊക്കെ ഉണ്ട്, അത് അങ്ങനെ ചോദിച്ചാൽ ഭാര്യ ഉണ്ട് തോന്നുന്നു, അല്ലെ, ഭാര്യയും കുട്ടിയും കണ്ട പോലെ തോന്നുന്നു. പിന്നെ ഇങ്ങനെ സംശയിച്ചു നിൽക്കുന്ന, അത് നമ്മൾ ആ ഒരു കൂട്, നമ്മളുടെ വീട് ഒരു കൂട്, നമ്മൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീടിനുള്ളിൽ കയറുന്നു, ഈ രൂപത്തിലേക്ക് മാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാഴ്ചയിൽ മതിലില്ലാത്ത വീട്ടിൽ പോലും ഇത്തരത്തിലുള്ള വേലിക്കെട്ടുകൾ, മതിലുകൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, നമ്മൾ വഴിയെ ചർച്ച ചെയ്യും. അപ്പോ ഈശ്വര സ്നേഹം എന്ന് പറയുന്ന അത്, അല്ലെങ്കിൽ ആ ഈശ്വര സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ചിന്ത തുടങ്ങേണ്ടത് തന്നെ എവിടെ നിന്നാണ്? അയൽപ്പക്കങ്ങളിൽ നിന്നാണ്. അതായത് നമ്മളെ എല്ലാ മതത്തിലും വിശ്വസിക്കപ്പെടുന്നതനുസരിച്ച്, എല്ലാ രീതിയിലും ഒരു മനുഷ്യനെന്ന് വിശ്വസിക്കപ്പെടുന്ന രീതിയിൽ അയൽവാസിയെ, അയൽക്കാരനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നല്ല ഒരു വ്യക്തിയാവുന്നത്. ഈശ്വര സ്നേഹം അവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നാണ്. മറ്റൊരാളെ സ്നേഹിക്കാൻ, മറ്റൊരാളെ മനസ്സിലാക്കാൻ, മറ്റൊരാളുടെ വിഷമം കാണാൻ കഴിയുന്ന ഒരാൾക്ക് ഈശ്വര സ്നേഹത്തിന് ആവശ്യമില്ല എന്നുള്ള, അല്ലെ? നോക്കൂ, അടുത്ത ഖണ്ഡികയിലേക്ക് നമുക്ക് പോയി നോക്കാം. യെസ്, ഇന്ന് അതാണ് പ്രശ്നം. പക്ഷേ ഇന്ന്, അല്ലെ, പക്ഷെ നാം ഇന്ന് വിരോധം തുടങ്ങുന്നതിന് അയൽപ്പക്കത്തു നിന്നാണ്. അതായത് ആ ഒരു വാക്യം ശ്രദ്ധിച്ചോ, പക്ഷേ നാം ഇന്ന്, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് കാലങ്ങളില് നമ്മുടെ വീടിനെ കുറിച്ച് നമ്മള്, ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണ്, പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, തൊട്ട അയൽവാസികളോട് ഒന്ന് പറഞ്ഞു വെച്ചു പോകും, ചേച്ചി ഞങ്ങള് ഇവിടെ പോവാട്ടോ, ഒന്ന് വീട് നോക്കിക്കോണേ എന്ന്. അവരും കാര്യമായിട്ട് നോക്കുകയും ചെയ്യും. ചിലപ്പോ പറഞ്ഞില്ലെങ്കിലും ഒരു ശ്രദ്ധ, ഒരു കരുതൽ അവർക്ക് നമ്മുടെ വീടിനോട്, അതായത് സ്വന്തം അയൽവക്കക്കാരെന്നുള്ള രൂപത്തിലേക്ക്.
ഇന്നത്തെ കാലത്തും ശ്രദ്ധയൊക്കെ ഉണ്ട്. അത് ഏത് രീതിയിലുള്ള ശ്രദ്ധയാണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എല്ലാ രീതിയിലും എല്ലാ ആളുകളെയും അല്ല പറയുന്നത്, പൊതുവെ. അതുപോലെ തന്നെ നമ്മുടെ നാട് ഇന്ന് ഒരുപാട് ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ വീട് അടച്ചിട്ട് അല്ലെങ്കിൽ വീടൊന്ന് അടച്ചിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കില. കാരണം അയൽവാസികളുണ്ട്, അല്ലെങ്കിൽ കാണുന്നവരും അല്ലെങ്കിൽ അറിയുന്ന ആളുകളാണ്, മറ്റാരും ഇല്ല. പുറത്തേക്ക് പോകണമെങ്കിൽ വെറുതെ വീടിന്റെ വാതിലൊന്ന് ചാരി വെക്കും, അത്രേ ഉള്ളൂ. ഇന്ന് മുറ്റത്തേക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വീട് പൂട്ടി പോകണം, വീട് അടച്ചു പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോ വീടൊടുക്കനെ വീടടക്കെ എന്ത് ചെയ്യും, പലതും കാണാതായിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ എതിരാളി, വിരോധി എന്ന് പറയുന്നത് നമ്മളെ അയൽവക്കാരാണ്. എന്താണ് ഇതിന്റെ വിരോധത്തിന്റെ കാരണം? ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും. ഞാൻ കേട്ട പല വിരോധങ്ങളുടെയും കാരണങ്ങൾ അങ്ങനെയാണ്, ചെറിയ കാര്യങ്ങളാണ്. ചിലപ്പോ എന്തായിരിക്കും, അതിര് തർക്കം, അല്ലേ? ഇത് എന്റെ അതിരാണ്, ഇവിടേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര ഞങ്ങളുടെയാണ്, നിങ്ങൾ ഇത്ര സ്ഥലമേ ഉള്ളൂ, ഇങ്ങനെ പറയുന്നുണ്ടോ? ചിലപ്പോ ചെറിയ കുട്ടികളുടെ വിഷയം പോലും വലുതാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം കളിക്കേണ്ട കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഇടയിൽ വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് രക്ഷിതാക്കൾ ഏറ്റെടുക്കും. പിന്നെ വഴക്കായി, അടിയായി, പിടിയായി. കുട്ടികൾക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല, എന്നിട്ടും രക്ഷിതാക്കളുടെ ആ ഒരു പ്രയാസം കാലങ്ങളോളം നിൽക്കും. എന്നിട്ടോ നമ്മൾ കുട്ടിയെ പറഞ്ഞ് ചട്ടം കെട്ടും. ഇനി അവിടെ കളിക്കാൻ പോകരുത്, അങ്ങോട്ട് പോകാൻ പാടില്ല, അവരുടെ അടുത്ത് ഇനി മിണ്ടരുത്, അവർ ചോദിച്ചൊന്നും പറയരുത്. ഇങ്ങനെ എന്തിന്? വീടിനുള്ളിൽ തന്നെ ഇന്ന് പ്രശ്നങ്ങളാണ്. അച്ഛനും മകനും തമ്മിൽ പ്രശ്നം, ഏട്ടനും അനിയനും തമ്മിൽ പ്രശ്നം, പിന്നെ അയൽപ്പക്കക്കാരെ കേസ് പറയണോ? ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ, അഴീക്കോട് സാറിന്റെ കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവ സംഭവത്തിലേക്കാണ്, അല്ലെങ്കിൽ അനുഭവത്തിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നത്. എന്താ നോക്കാം. ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ആ ജീവിതത്തിന്റെ ഉള്ളിൽ തന്നെ വലിയ അയൽപ്പക്കത്തിന്റെ ഒളി പരന്നിരുന്നു. അടുത്തുള്ള പറമ്പുകളിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സുരക്ഷിത ബോധം, അല്ലെ? ഒരു ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സുരക്ഷിത ബോധം അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ കുട്ടികള്, ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളുകളാണല്ലോ കുട്ടികൾ, അല്ലെ? പണ്ടൊക്കെ കുട്ടികൾ ഏറെക്കുറെ തൊടിയിലും പറമ്പിലും ഒക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുട്ടികളെ പുറത്തേക്ക് കളിക്കാനായിട്ട് വിടുമ്പോൾ നമ്മൾ ആ കുട്ടികളെക്കാൾ ഉപരി നമ്മളെ ചുറ്റുവട്ടത്തെ അയൽവക്കക്കാരെയാണ് വിശ്വസിച്ചിരുന്നത്. തന്റെ മകളാണെങ്കിലും തന്റെ മകനാണെങ്കിലും അവിടെ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് നോക്കും, അവര് ശ്രദ്ധിക്കും എന്നുള്ളൊരു വിശ്വാസം, എന്നൊരു ബോധം അവർക്കുണ്ടായിരുന്നു. ഇന്ന് ഒന്നാമത്തെ കാര്യം, കുട്ടികൾ ആരും പറമ്പിലും തൊടിയിലും ഒന്നും കളിക്കുന്നില്ല. അത് അങ്ങനെ കളിക്കുകയാണെങ്കിൽ തന്നെ നോക്കിയിരിക്കാനും നമുക്കോട്ട് നേരമില്ല. നമ്മൾ ഒരിക്കലും പണ്ടത്തെ പോലെ തൊടിയിലും പറമ്പും നോക്കിയിരിക്കുന്നില്ല. മുറ്റത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയും കോലായി സിറ്റ് ഔട്ടിലോ ഒന്നും വന്നിരിക്കുന്നില്ല. നമ്മൾ ഏതു നേരവും വീടിനുള്ളിലാ, വീടിനകത്താ. അതുപോലെ തന്നെ കയ്യിൽ മൊബൈലാ, അല്ലെങ്കിൽ ടിവിയാ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറാ. ഇങ്ങനെ നമ്മുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ അഥവാ പുറത്താണെന്നെങ്കിലും സ്വന്തം കുട്ടിയെ വെച്ച് ബാക്കിയുള്ളവരെ നോക്കാനായിട്ട് താല്പര്യമില്ല, അല്ലേ? അപ്പോ പണ്ട് കാലത്ത് അതൊക്കെയാണ്, പണ്ട് എന്നുള്ളത് എടുത്തു കാണിക്കുന്നതിന്റെ കാര്യമാണ്. അന്നൊക്കെ സമയത്ത് വീടും, എല്ലാ സ്ഥലത്തും വീടും, അതുപോലെ തന്നെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ ആളുകളാണ്, നമ്മുടെ സ്വന്തമാണ്. ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്നു. ബാബു മാമനാണ്, സുരേഷ് ഏട്ടനാണ്, അല്ലെ? ഇന്ന് നമ്മളുടെ നമ്മൾ പറയുന്നു പുറത്തേക്കൊന്നും ഇറങ്ങരുത്, അപ്പുറത്തെ വീട്ടിൽ ഒരു തട്ടിക്കൊണ്ടുപോകുന്ന അറിയും, അല്ലെങ്കിൽ പിള്ളേരെ പിടുത്തക്കാരുണ്ടാവും. ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ മുറ്റത്തും നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പിൽ പോലും കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇന്നെന്താ, പണ്ടത്തെ ആ ഒരു അയൽപ്പക്കം ഇല്ലേ? ഇന്ന് അയൽപ്പക്കത്തിന്റെ എണ്ണം കൂടുതലാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും ആവശ്യമില്ല, അല്ലെങ്കിൽ എന്താ പറയാ,
പണ്ടൊക്കെ ഞാനൊരു ഇത് പറയാം. പണ്ടൊക്കെ എന്റെ വീട്ടിൽ നിന്നൊക്കെ അടുത്ത വീട്ടിൽ നിന്നുള്ള ചേച്ചിമാരും താത്തമാരൊക്കെ വരും. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും സാധനങ്ങൾ കടം വാങ്ങാനാണ്. പഞ്ചസാര, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കടം വാങ്ങിക്കണം. ഒരു കോൾ ഒന്നാണ്. അപ്പോ ഇവര് വരുന്ന സമയത്ത് ഇവരുടെ ആവശ്യം ഒരു പഞ്ചസാര വാങ്ങലാവും, അല്ലെങ്കിൽ മുളക് പൊടി വാങ്ങാനാവും. പക്ഷെ വരുന്ന സമയത്ത് ആ എന്താ പണിയൊക്കെ കഴിഞ്ഞോ, എവിടെ കുട്ടികളൊക്കെ എവിടെ, അല്ലേ, അന്ന് പോയില്ലേ, ഇങ്ങനെ തുടങ്ങിയ ഒരു കുശലാന്വേഷണം ഒരു തുടക്കത്തിലുണ്ടാവും. ആ തുടക്കത്തില് അത് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ ഞാന് പാചകം ചെയ്യാൻ നേരത്ത് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കഴിഞ്ഞത്, എന്റെ മുളക് പൊടി തീർന്നു, ഇനി കുറച്ച് മുളക് പൊടി തരും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കുമ്പോൾ തരാം, ഇങ്ങനെ പറഞ്ഞു വാങ്ങും. എന്നിട്ട് വാങ്ങി ഉടനെ തന്നെ അപ്പൊ തന്നെ പോവില്ല. കുറച്ചേരം സംസാരിച്ച് വീണ്ടും ഓരോരോ വർത്താനൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ, പോവുക. ഇത് ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും ഉണ്ടായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഒരു വലിയ ബന്ധം ഉണ്ടാക്കാറുണ്ട് നമ്മൾ ആ ഒരു സംസാരത്തിലും. നമ്മൾക്ക് ആവശ്യമുള്ളത് അയൽവക്കത്ത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളതും, അതിനിടയിൽ നമ്മൾ അറിയാതെ ഒരുപാട് അടുത്ത് പോയ നിമിഷങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നോ, ഇന്ന് ഒന്നാമത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം തൊട്ടടുത്ത് കടകളുണ്ട്, ഇല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ കടയിൽ നിന്ന് സാധനം വീട്ടിലോട്ട് വരും. ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിലും ചോദിക്കാൻ മടിയാ, എങ്ങനെ ഇപ്പൊ ഓരോടൊക്കെ ചോദിക്കും, എന്തെങ്കിലും കൂടെ പോയി തല്ലുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോ ഈ പറയുന്ന സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ നടക്കുവോ? ഇല്ല. അവര് സംസാരിക്കോ? ഇല്ല. വരില്ല, കാണില്ല, വർത്തമാനം വിശേഷങ്ങൾ ഒന്നും അറിയില്ല. ഈ രീതിയിലാണ്. ഇന്നത്തെ കാലത്ത് അത് പാടെ മാറിപ്പോയി. പലർക്കും അങ്ങനെ സ്ഥലങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറവാണ്, ആ രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ അടുത്ത ഖണ്ഡിക നോക്കൂ. ഞങ്ങൾ ആദ്യം പാർത്തിരുന്ന വീടിന്റെ പിന്നീട് ഞങ്ങൾ സ്വന്തമായ പുതുപ്പാറയിലെ വീടിന്റെ പേര് കൊടുത്തിരിക്കുകയാണ് നിത്യാനന്ദാലയം. അവിടെ മരങ്ങളൊന്നും ഇല്ലാത്തൊരു പുൽപ്പറമ്പായിരുന്നു. അവിടെ പുൽപ്പറമ്പ് കാണാനും ഫുട്ബോളൊക്കെ കളിക്കാനും പറ്റിയതാണെങ്കിൽ പോലും അത് വെറുതെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. ആ ശൂന്യത ഉണ്ടാക്കുന്ന ഒരു ഭയം. അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് നമ്മള് നേരത്തെ പറഞ്ഞു, അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതായത് വെക്കേഷൻ, അവധിക്കാലം, അതൊരു വല്ലാത്ത ഇതാണ് കുട്ടികൾക്ക്. നേരെ കുട്ടികളുടെ സമയത്ത് കോട്ടിക്കളി, പമ്പരം കുത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കളികളുണ്ടോ ആ കളികളൊക്കെ നമ്മൾ കളിക്കുകയായിരുന്നു. സാധാരണ സ്കൂളിൽ പോകാൻ രാവിലെ എണീക്കാൻ വളരെ വലിയ മടിയാണ്. പക്ഷെ വെക്കേഷൻ നേരത്തെ എണീക്കും. എന്തിനാ? അന്ന് കളിക്കണ്ടേ, അവരെത്തും മുമ്പ് അങ്ങോട്ട് എത്തണ്ടേ. അങ്ങനെ എത്തി എത്തി അവിടെ എത്തി അവരൊപ്പം കളിക്കാൻ തുടങ്ങിയെങ്കിൽ ചോറും വേണ്ട, ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, ആ കളിയിൽ മുഴുകും. ഞങ്ങളുടെ കളി കാണാനും ഞങ്ങളുടെ കാര്യങ്ങൾ ഇതാക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട്ടിൽ നിന്നും വിളി വരും, ചായ കുടിക്കാനും കഞ്ഞി കുടിക്കാനും ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട്. ചിലപ്പോഴൊക്കെ മറ്റു ചില വീടുകളിൽ നിന്നാണ് ഞങ്ങളെ ചായകുടിയും കഞ്ഞികുടിയൊക്കെ. ചിലപ്പോ അതൊന്നും പോവുകയില്ല. പക്ഷെ ഇപ്പോ ഇന്നത്തെ പുൽപ്പറമ്പും ഫുട്ബോൾ കളിക്കാനൊക്കെ വലിയ പുൽപ്പറമ്പും മരങ്ങളൊന്നും ഇല്ലാത്തൊരു വലിയ ഒഴിഞ്ഞിടം, ആ ഒരു ശൂന്യത, ഒരാളില്ല നോക്കാൻ, ഒരാളില്ല പറയാൻ, എന്തെങ്കിലും പറ്റിയാൽ അപകടം നടന്നാൽ പോലും അറിയാൻ ആളില്ല. അപ്പൊ ആ ഒരു വലിയ സ്ഥലം, ആളില്ലാത്ത ആ സ്ഥലം ഒരു ചെറിയ പേടി മനസ്സിലുണ്ടാക്കുന്നു, ഒരു ശൂന്യത ഉണ്ടാക്കുന്ന ഭയം എന്നാ പറഞ്ഞു. അപ്പോ മറ്റൊരു കഥ പറയുന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള കഥ. വീടിന്റെ അടുത്ത് മുഴുവൻ മിക്കതും മുസ്ലിങ്ങളുടേതായിരുന്നു. മുസ്ലിമിന് പകരം അന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് മാപ്പിള എന്നാണ്. പള്ളിയിൽ പോകുക, അതുപോലെ തന്നെ പള്ളിയിൽ പോകുക എന്ന് തുടങ്ങിയിട്ടുള്ള കുറച്ച് വ്യത്യാസമില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസമായിട്ടൊന്നുമില്ല. കാരണം മുണ്ടുടുക്കുക, തട്ടയിടുക, പള്ളിയിൽ പോകൽ,
അപ്പോ ദൈവം എന്നോ ഈശ്വരൻ എന്നുള്ള പേര് വ്യത്യാസം, ഇതൊക്കെയാണ് മാപ്പിളമാരും അദ്ദേഹം തമ്മിൽ, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരുടെ വ്യത്യാസം. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അന്യരെ ശത്രുക്കളല്ലെന്നും ഒന്നിച്ചുകൂടി കഴിയേണ്ടവരാണെന്നും ആരും പറയാതെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. വലിയ കാര്യം അല്ലേ? അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മള് കേരളത്തിലെ, ഇന്ത്യയിൽ ഒരുപാട് മതസ്ഥരുണ്ട്. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഈ പറയുന്ന പോലെ തന്നെ മുണ്ടെടുക്കുക, തട്ടയിടുക, പള്ളിയിൽ പോവുക, ദൈവം, ഈശ്വരൻ, പല പേരുകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും അല്ലെ ഒന്നാണെന്നും എല്ലാവരും ശത്രുക്കളല്ലെന്നും ഒന്നിച്ചുകൂടി കഴിയേണ്ടവരാണെന്നും നമ്മൾ ആ ഒരു കുട്ടിക്കാലത്ത്, അതായത് നമ്മൾ പറയാറുണ്ട്, ഒരു മുസ്ലിം സുഹൃത്തില്ലാത്ത ഒരു ഹിന്ദുവിനെ, അല്ലെങ്കിൽ ഹിന്ദു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ ഹിന്ദു സുഹൃത്തില്ലാത്ത ഒരു മുസ്ലിമിനെയും കാണാൻ കഴിയില്ല. അത്രത്തോളം നമ്മള് സ്നേഹത്തിലും ഇതിലുമാണ് കഴിഞ്ഞുകൂടുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ വെളിച്ചെത്താത്ത നാട് വേറെ ഉണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ള, അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള നാടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മനസ്സിൽ എല്ലാം ഒന്നിച്ചുകൂടി കഴിയേണ്ടവരാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു ദൈവം മനുഷ്യനെ എന്ന സൂക്തം അല്ലെ, ആ ഒരു സൂക്തം കേൾക്കുന്നതിന് മുമ്പത്തെ ബാല്യത്തിലെ മനോഭാവത്തെ പറ്റിയാണ് ഞാൻ ഓർത്തു പറയുന്നത്. അതായത് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. പറഞ്ഞത് മറ്റാരുമല്ല, ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ വചനമാണ്. ഇത് അദ്ദേഹം പറയുന്നതിനും എത്രയോ മുമ്പുള്ള എന്റെ ബാല്യകാലത്തെ, അതായത് നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിന്റെ ബാല്യകാലത്തിലെ മനോഭാവത്തെ പറ്റിയാണ് പറയുന്നത്. അന്ന് മാപ്പിള എന്നൊക്കെ പറയുമ്പോൾ പോലും അവര് ഇഴകി ചേർന്ന് കളിക്കുവാനും ഈ പോലെ തന്നെ അവർക്ക് ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ അന്യരെ ശത്രുക്കളല്ല, എല്ലാവരും ഒന്നിച്ചുകൂടി കഴിയേണ്ടവരാണ് എന്ന് പറയാതെ തന്നെ എന്ത് ചെയ്തിരുന്നു? നമ്മള് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ജീവിതത്തില് നമ്മൾ എന്ത് പേരിട്ടോ വിളിച്ചോട്ടെ, പക്ഷെ മനുഷ്യന് ഒരു ദൈവമാണ് ഉള്ളത് എന്ന് കാണിച്ചു തരുന്ന ആ ഒരു വചനങ്ങൾ വളരെയധികം മഹത്തരമാണ് അല്ലെ? അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്നതിനൊക്കെ ശബ്ദം ഉയർത്തിയിട്ട് സംസാരിച്ച നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ വചനമാണ് ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. യെസ്, അടുത്ത ഖണ്ഡിക. അയലത്തെ വീടുകൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് അല്ലെ? അയൽ വീടുകൾ ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ. അത് ഓരോരുത്തർക്കും ഓരോരോ രീതിയാണ്. ഞാനൊക്കെ എന്റെ കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് എന്റെ വീടിനേക്കാൾ കൂടുതൽ ഈ ഉറക്കമുള്ള സമയം ഒഴിവാക്കി, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം ഒഴിവാക്കി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയൽ വീടുകളിലാണ്. അവിടുന്ന് കിട്ടുന്ന ഭക്ഷണത്തിന്റെയും അവിടുന്ന് കിട്ടുന്ന സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ആ ഒരു മാധുര്യം ഉണഞ്ഞുകൊണ്ടാണ് എന്റെ കുട്ടിക്കാലം കഴിഞ്ഞു പോകുന്നത്. പണ്ടൊക്കെ പവർ കട്ട് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്, അതായത് കറണ്ട് പോകുന്ന ഒരു സമയമുണ്ട്. ഈ കറണ്ട് പോകുന്ന സമയത്തില് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒത്തുകൂടും. എന്നിട്ട് ഒരുപാട് വർത്താനങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടും. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ചേർന്ന് വല്ല കളികളും കളിക്കും. കളികൾ എന്ന് പറഞ്ഞാൽ വലിയ കളികളൊന്നുമല്ല, ഇരുട്ടിൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് കളിക്കാൻ പറ്റുന്ന കളികൾ. കള്ളനും പോലീസും, കോഴിത്തല, രാജ്യവും പേരും, ഇങ്ങനെയൊക്കെ ഓരോരോ കളികളിൽ ചേരുമ്പോ അതിന്റെ സന്തോഷം, അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയാന്നറിയില്ല, അതൊരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഈ അരമണിക്കൂറാണ് ഈ കറണ്ട് പോകുന്നുണ്ടെങ്കിലും കറണ്ട് പോകും മുൻപേ നമ്മൾ അവിടെ എത്തും. കറണ്ട് വന്നതിന് ശേഷവും കളി തുടരും, വർത്തമാനങ്ങൾ തുടരും. മറ്റെന്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം അതിന് കൊടുത്തിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് ബന്ധങ്ങൾ അതിലൂടെ വളർന്ന് വലുതായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. എല്ലായിടത്തും അതുപോലെ തന്നെ ആകണമെന്നില്ല. എന്റെ ഉദാഹരണമാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം.
എന്റെ 2 സുഹൃത്തുക്കൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കവേ തൊട്ടടുത്തുള്ള ഒരു ഏട്ടൻ വന്നിട്ട് എന്ത് ചെയ്തു, എന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ അവരെ കാണുന്നു. ഞങ്ങൾ 3 പേരും ഇരുന്ന് എഴുതാണ്. എന്നോട് നേരെ ചോദിക്കുകയാണ്, ആ ഉണ്ണി ആരാ, കൂട്ടുകാരാണോ? ആ എന്താ എഴുതാണോ, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എന്ത് ചെയ്തു, അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾ ഇരുന്ന് എഴുതുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്താണ്, എന്റെ കൂട്ടുകാരായ 2 പേരുടെ മുഖത്ത് ചെറിയൊരു ഭാവവ്യത്യാസമൊക്കെ കണ്ട് ഞാൻ ഓർക്കുന്നു. കാരണം അതിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് നേരെ എന്റെ അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയിട്ട്, അവിടെ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാചകം ചെയ്യുന്ന സമയത്ത്, ആ അമ്മായിയെ ഇന്ന് എന്താണ്, ഇന്നെന്താ ചിക്കനൊക്കെ ആണല്ലോ, അപ്പോ എന്റെ കൂട്ടുകാർ വന്നിട്ടല്ലേ, അപ്പൊ അതുകൊണ്ടാണല്ലേ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സംസാരമൊക്കെ ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത്, ഇറച്ചി ആയതുകൊണ്ട് ഒരു കഷ്ണം എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ പുറത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏട്ടൻ പറയുന്നുണ്ട് എന്താണ്, അതിൽ കുറച്ച് ഉപ്പ് കുറവാട്ടോ, പൊടിക്കുള്ള ഉപ്പ് കുറവുണ്ട്, കുറച്ചെടുത്ത് ഇട്ടാളി എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന എന്താണ്, അതിനുശേഷം അദ്ദേഹം കുറച്ചെടുത്തിട്ട്, ഏട്ടൻ കുറച്ചെടുത്ത് കഴിച്ചിട്ടൊക്കെയാണ് പോണത്. എന്നാ ശരിട്ടാ, നിന്റെ പണിയൊക്കെ നടക്കട്ടെ പറഞ്ഞിട്ട് മൂപ്പര് പോവുകയും ചെയ്തു. അത് അപ്പോഴും അവരുടെ മുഖത്തുള്ള ഒരു ഇതിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. ഞാനത് അന്നോ അതിന്റെ പിറ്റേന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ അവരോട് കോളേജിൽ നിന്നോ എപ്പോഴോ ചോദിച്ചു, എന്താടാ എന്ത് പറ്റിയ, നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ചു ഞാൻ. അല്ലെങ്കിൽ എന്താ തോന്നി നിങ്ങൾക്ക്, ആ രൂപത്തിൽ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലൊക്കെ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിന്റെ അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാറില്ല, പോകാറില്ല. പോവുകയാണെങ്കിൽ തന്നെ എന്റെ ഒപ്പം ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ടേബിളിൽ വന്നിരിക്കും, അല്ലെങ്കിൽ ചായ കുടിക്കാനോ അല്ലെങ്കിൽ TV കാണാനോ. അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ഇതില്ല. മൂപ്പര് നല്ല കൂളായിട്ട് വന്ന് അകത്ത് കയറിയിട്ട് ഇതൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അത്ഭുതം, ഞങ്ങൾ 2 പേരും ഇങ്ങനെ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തമാശയോട് പറഞ്ഞു, അത്ഭുതപ്പെടാനൊന്നുമില്ല, ഞാനും അതേപോലെ തന്നെയാണ് അവരുടെ വീട്ടിലെന്ന് ഞാനും പറഞ്ഞു. കാരണം എനിക്ക് പല ദിവസങ്ങളിലും എന്റെ വീട്ടില് വെക്കുന്ന കറി ഇഷ്ടമല്ല. എന്റെ വീട്ടിലെ കറി എനിക്ക് പറ്റില്ല. എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകും. അവിടെ എന്താണോ കറി ഉണ്ടാക്കിയത് അതൊരു ചെറിയ പാത്രത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് മതി. അതുകൊണ്ട് ഒരുപാട് ചോറുണ്ണാൻ പറ്റും. ഞാൻ ചോദിക്കാൻ അല്ലെങ്കിൽ ഞാൻ പോകുമ്പോ ചിലപ്പോ ചോദിക്കാതെ തന്നെ തരും. എടാ ഇന്ന കറി വേണോടാ എന്ന് ചോദിക്കും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും കുറച്ച് കറി തരുമെന്ന്. അവർക്കൊരു മടി ഉണ്ടായിരുന്നില്ല, തരാനും മടിയില്ല, എനിക്ക് ചോദിക്കാനും മടിയില്ല. കാരണം അങ്ങനെ പഴകിപ്പോയിരുന്നു. അപ്പൊ ഈ രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അയൽവക്കം ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് പലപ്പോഴും. ഞാൻ പലപ്പോഴും തമാശയിൽ പറയാറുണ്ട്, ഈ സ്ഥലമല്ലാതെ, ഈ വീടല്ലാതെ വേറെ എവിടേക്കെങ്കിലും താമസം മാറുക എന്നുള്ളത് എനിക്ക് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. മരണം വരെ ഇവിടെ തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ് എന്റെ, അല്ലെങ്കിൽ എന്റെ അല്ല, ഓൾമോസ്റ്റ് പല ആളുകളുടെയും ചിന്ത. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചാണ്. ഇപ്പൊ എന്റെ കൂട്ടുകാരനൊക്കെ ഉണ്ട്, അവന്റെ നാട്ടിൽ തന്നെ അവനെ കാണാൻ കിട്ടാറില്ല. അവന് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സ്ഥലത്താണ് ജോലി ഉണ്ടാവാറ്. അല്ലെങ്കിൽ അവൻ ഉലകം ചുറ്റും വാലിബനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതാണ് ഇഷ്ടം. എനിക്ക് നാട് ഇഷ്ടമല്ല. ചിലപ്പോ ആന്ധ്രാപ്രദേശിലുണ്ട്, നാട്ടിലേക്ക് വരും, ചിലപ്പോ വലിയ 10 ദിവസത്തെ ലീവിന്, അപ്പൊ ഒന്ന് കാണും, അത്ര ആ ഒരു രൂപത്തിലേ ഉള്ളൂ. അപ്പോ അയലത്തെ വീടുകൾ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത് ചിന്തിച്ചു പോകുമായിരുന്നു എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. റോബിൻസൺ ക്രൂസോവിന് കപ്പലിന്റെ പാമര മകളെ കാണാനുണ്ടോ എന്ന് ശുഭപ്രതീക്ഷയോടെ നോക്കാൻ കഴിഞ്ഞിരുന്നു. റോബിൻസൺ ക്രൂസോ, ഈ റോബിൻസൺ ക്രൂസോ അറിയോ? റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത് ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന നോവലിലെ നായക കഥാപാത്രമാണ്. അതായത് ഒരു കപ്പലപകടത്തെ തുടർന്ന് ഒരു ദ്വീപിൽ അകപ്പെട്ടു പോയ ഒരു കഥാപാത്രമാണ് ഈ ക്രൂസോ. അദ്ദേഹം ഏതെങ്കിലും ഒരു കപ്പൽ വരുന്നുണ്ടോ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് ഇവിടെ പറയുന്ന, സത്യം പറഞ്ഞെങ്കിൽ.
അതായത് എവിടെ നിന്നും നമ്മൾ നോക്കുന്ന സമയത്ത് കപ്പലിന്റെ പാമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പലിന്റെ പായൊക്കെ കിട്ടുന്നതിനായിട്ട് നീട്ടി നിർത്തുന്ന ഒരു തൂണുണ്ടാവില്ലേ, ഒരു നീളത്തിലുള്ള ഒരു തൂണ് പോലെയുള്ള സ്ഥലം, അതിനെയാണ് പാമരം എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും അകലെ നിന്ന് നോക്കുന്ന സമയത്തും ആ കപ്പലിന്റെ ആ പാമരം അല്ലെങ്കിൽ ആ ഒരു തൂണാണല്ലോ നമ്മളെ ശ്രദ്ധയിൽ ആദ്യം കാണുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്ന പോയിന്റ്, ഒരു ദ്വീപിലകപ്പെട്ട ക്രൂസോവിന് കപ്പലിന്റെ പാമരം അകലെ കാണാനുണ്ടോ എന്ന് ശുഭപ്രതീക്ഷയോടെ നോക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ നല്ലൊരു അയൽപ്പക്കൊക്കെ ഇല്ലെങ്കിൽ അയൽക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലൊരു അയൽവക്കം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അവരെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലെ? ശരിയല്ലേ? അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സമയത്ത് അവരെ വിളിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ അത് നല്ലൊരു അയൽപ്പക്കവും അവരോട് നമ്മളുടെ സമീപനം, അവർക്ക് നമ്മളോടുള്ള സമീപനവും നല്ല രീതിയിലാണെങ്കിൽ മാത്രമല്ലേ പറ്റൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ തമ്മിലുള്ള അടുപ്പത്തിനും അപ്പുറത്ത് എന്റെ മനസ്സ് അയൽപ്പക്കം എന്ന് പറയുമ്പോൾ പറന്നു പോകുന്നുണ്ട്. കളിയും ചിരിയും ശണ്ടകൂടലും, അല്ലെ, വഴക്കൂടും, ചീത്തവിളിയും കുട്ടിക്കാലത്ത് ഇവയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ചീത്ത പറയുന്നതിൽ, വാക്കുകൾ പറയുന്നതിൽ ബിരുദന്മാരാണ്. പറയാനുണ്ടോ അല്ലെ? അതായത് ഞാൻ കണ്ടൊരു സംഭവം, ചീത്തവാക്ക് പഠിക്കാന്, അല്ലെ, അത് ചീത്തവാക്കാണെന്ന് ആരെ നമുക്ക് പറഞ്ഞുതരാം? മുതിർന്നവര്, രക്ഷിതാക്കളൊക്കെയാണ്. പണ്ടൊക്കെ ചീത്തവാക്കാണെന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടിയിരുന്നു. എനിക്കൊക്കെ നന്നായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊരു കാര്യമുണ്ട്, പിന്നെ അത് ഉപയോഗിക്കില്ല. ഒരു വട്ടം ഇതാക്കുന്ന സമയത്ത് അഥവാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടിനിങ്ങനെ നല്ല അടി കിട്ടും. ആ ഒരു വേദനയും ആ ഒരു ചോരപൊടിയിലും കൊണ്ട് എന്ത് ചെയ്യും, പിന്നെ അത് വിളിക്കാൻ തോന്നാറില്ല. അപ്പോ ഇങ്ങനത്തെ വാക്കുകള് നമുക്ക് ഒരാളോടും ചോദിക്കാൻ പറ്റില്ല. അച്ഛനോടോ അമ്മയോടോ ഒന്നും ചോദിക്കാൻ പറ്റില്ല. നമുക്കത് എവിടുന്നാ കിട്ടുക? നമുക്ക് ഈ പറയുന്ന നമ്മളെ അയൽവക്കത്തുള്ള കൂട്ടുകാരെടുത്തുനിന്ന് കിട്ടും. ശരിയല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടൊരു സംഭവമാണ്, ഞാനൊക്കെ എന്റെ അനുഭവത്തിൽ നിന്ന്, എന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇന്ന് ഞാൻ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരു കുട്ടി അനാവശ്യമായ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ കുട്ടി അത് വിളിച്ചപ്പോ രക്ഷിതാവ് വായ പൊത്തിയിട്ട് രക്ഷിതാവ് കടന്ന് ചിരിക്കുക, അച്ഛൻ അല്ലെങ്കിൽ അമ്മ ചിരിക്കുകയാണ്. ഈ കുട്ടി എന്താ പറയുന്നത്? അപ്പൊ കേട്ട് നിൽക്കുന്ന എല്ലാവരും ചിരിക്കുന്നുണ്ട്. കൈയെടുത്തപ്പോ കുട്ടിയും ചിരിക്കുക. എടാ, അങ്ങനൊന്നും പറയാൻ പാടില്ല, അങ്ങനൊന്നും പറയാൻ പാടില്ല. കുട്ടി അത് വീണ്ടും പറയുന്നു, രക്ഷിതാക്കളും എല്ലാവരും ചിരിക്കുന്നു. അപ്പോ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് കുട്ടികളിൽ ഞാൻ ഈ പറയുന്ന പോലെ കുട്ടികളിൽ ഇങ്ങനെ മോശം വാക്കുകൾ പറയുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ക്ഷമിക്കണം, ഞാൻ ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാം. ഇവിടെ ഓക്കെ. അപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ചീത്ത വിളിക്കാനുള്ള ടെൻഡൻസി കുട്ടികളിൽ കൂടുന്നത്, അത് വിളിക്കുന്നത് ഒരു എന്താ പറയാ, ധൈര്യത്തിന് അടയാളമോ ധീരതയുടെ അടയാളമോ ഒക്കെ ആയിട്ടൊന്ന് കുറെ കുട്ടികൾ കാണുന്നുണ്ട്. ആ രൂപത്തിലാണ്. നമ്മളെ വിഷയം മാറുന്നു. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത്, കുട്ടിക്കാലത്ത് ഈ ശണ്ടകൂടലും ചീത്തവിളിയൊക്കെ നന്നായിട്ട് നടന്നിരുന്നു. എല്ലാ കുട്ടികളും നന്നായിട്ട് ചീത്തവാക്ക് പറഞ്ഞിരുന്നു. ഒരു ചീത്തവാക്കും പഠിക്കുന്നതും അറിയുന്നതും ഒക്കെ വിദ്യാഭ്യാസം തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷെ ചീത്തവാക്കിന്റെ കാര്യത്തിൽ അത് ചീത്തയാണെന്ന് കൂടി അറിയുമ്പോഴേ വിദ്യാഭ്യാസം, അതായത് ഒരു വാക്ക് പുതിയത് പഠിക്കുക എന്നുള്ളതിലുപരി അത് ചീത്ത വാക്കാണ്,
അതിന്റെ അർത്ഥം അറിയില്ലെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അറിയുമ്പോൾ മാത്രമേ നമുക്ക് ആ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്ഷിതാക്കളിൽ നിന്നൊരു ചീത്തവാക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ കൂട്ടുകാരിൽ നിന്നോ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടൊക്കെയോ നമ്മൾ പഠിക്കുക. പക്ഷെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും രക്ഷിതാക്കൾക്ക് ഇത് ചീത്ത വാക്കാണ്, ഇത് ഉപയോഗിക്കരുത്, അല്ലേ? അപ്പോ രക്ഷിതാക്കളിൽ നിന്ന് ചീത്തവാക്ക് പഠിക്കാനാവില്ല, അതുപോലെ കുട്ടികളിൽ നിന്ന് അത് ചീത്തയാണെന്നും പഠിക്കാനാവില്ല. അതായത് ചീത്തവാക്ക് രക്ഷിതാക്കളിൽ നിന്ന് നമ്മൾ പറയും, എപ്പോഴും പറയാറുണ്ട്, കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഓരോ വാക്കുകളും അവരെന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും. അവര് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോ ഈ രണ്ട് കൂട്ടരുടെ ഇടയ്ക്ക് വളർന്നു വന്ന ഞങ്ങൾക്ക് ചീത്തവാക്കിന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതായത് എങ്ങനെ? കൂട്ടുകാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഇവരുടെ രണ്ടിന്റെ ഇടയിൽ കിടന്ന് നല്ല ചീത്തവാക്കൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ച് വിദ്യാഭ്യാസം ഫുള്ളാക്കാൻ കഴിഞ്ഞു എന്നർത്ഥം. അയൽപ്പക്കത്തെ സ്നേഹിക്കുക എന്ന ഉപദേശം ഏറ്റവും കൂടുതൽ വേണ്ടത് മുതിർന്നവർക്കാണ്. എന്ത്? കുട്ടികളെക്കാൾ ഏറെ. കുട്ടികളുടെ കല എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് തല്ലും നാളെ ഒരു കൂട്ടുകാരാകും. കുട്ടികൾക്ക് അത്രയേ ഉള്ളൂ. അപ്പോഴുള്ള ഒരു ദേഷ്യം, അപ്പോഴുള്ള ഒരു പിണക്കം, അതിലവര് എന്ത് ചെയ്യും, തീരും. എന്നാൽ മുതിർന്ന ആളുകൾ കലഹിച്ചാൽ നമ്മൾ പത്രങ്ങളിലും മറ്റു വാർത്തകളിലൊക്കെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിസാര കാര്യങ്ങൾക്ക് അല്ലേ, അത് വളർന്ന് 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 വലുതായിട്ട് അത് ചിലപ്പോൾ കൊലപാതകം വരെ വന്നുകൂടായികയില്ല. അപ്പോ എന്താ വലുതാക്കാനുള്ള കാരണം? നമ്മൾ ചിലപ്പോൾ ഈഗോ ആണെന്ന് പറയാം, അറിവില്ലായ്മയാണെന്ന് പറയാം, അഹങ്കാരമാണെന്ന് പറയാം, എന്തോ ആയിക്കൊള്ളട്ടെ. മുതിർന്നവരിലാണ് അയൽപ്പക്കത്തെ സ്നേഹിക്കേണ്ട ഉപദേശം കൂടുതൽ എത്തേണ്ടത്. റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ഷേക്സ്പിയർ നാടകത്തിൽ, അതുപോലെ തന്നെ ഇന്ന് പുറപ്പെടുന്ന ദിനപത്രത്തിലും ഇത്തരത്തിലുള്ള കലഹകഥകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വായിച്ചു വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഷേക്സ്പിയറിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. അതുപോലെ ഇന്ന് പത്രത്തിൽ അല്ലെ നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് എന്ന് നമുക്ക് അറിയുന്ന അല്ലെ ഓരോരോ എന്താ പറയാ വാർത്തകളും കാണുന്ന സമയത്ത് നമ്മൾ, ഉദാഹരണം കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ ഹോട്ടലിൽ അടിപിടി. എന്താ അടിപിടിക്ക് കാരണം? ഷവർമ്മയ്ക്ക് കൊടുത്ത മുളകിന് വലിപ്പം പോരെന്ന് പറഞ്ഞു അടിയോടടി. ആലോചിച്ചു നോക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു കാരണവും കാര്യവും ഇല്ലാതെ കത്തിക്കുത്തിലും കൊലപാതകത്തിലും വരെ എത്തിച്ചേർന്ന കഥകളും അല്ലെങ്കിൽ വാർത്തകളും നമ്മൾ കാണായികയില്ലായികയില്ല. കല്യാണപ്പന്തിയില് ചിക്കൻ വിളമ്പാൻ മറന്നിട്ട് അല്ലെങ്കിൽ ചിക്കൻ വിളമ്പാത്തത് കൊണ്ട് രണ്ട് കല്യാണ വീടുകൾ തമ്മിലുള്ള തല്ല് നമ്മൾ കേൾക്കുമ്പോൾ പരിഹാസ രൂപത്തില് തോന്നുമെങ്കിലും ഇതൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നടക്കുന്ന കാര്യങ്ങളാണ്. മയണോസ് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് തല്ല്, ചൂടുവെള്ളത്തിന് പകരം പച്ചവെള്ളം, ഇതൊക്കെ തമാശക്ക് പറയുന്നല്ല കേട്ടോ. ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ വാർത്തകളിലും മറ്റുമൊക്കെ, പത്രത്തിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് വന്ന വാർത്തകളിൽ ഓരോ കാര്യങ്ങളാണ്. അപ്പോ ഇതിനൊക്കെ കാരണം എന്താ അല്ലേ? കാരണം എന്താ ആലോചിച്ച് നോക്കൂ. മനുഷ്യർക്കിടയിലെ ഇത്തരത്തിലുള്ള അവസ്ഥകളുടെ കാരണം ഈ പറയുന്ന നമ്മളെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ വിട്ട് വേറൊരാളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് പല ആളുകൾക്കും ഇന്ന് വിട്ടുപോയിക്കുന്നു. നല്ലൊരു അയൽപ്പക്കത്തിന് എത്രത്തോളം ആവശ്യകത ഉണ്ടെന്നുള്ള മനസ്സിലാക്കാൻ
പലരും മറന്നുപോകുന്നു. മനുഷ്യന്റെ നന്മയ്ക്കും നിലനിൽപ്പിനും ഈ പറയുന്ന അയൽപ്പക്കത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇന്ന് മറന്നുപോവാണ്. എല്ലാവർക്കും സ്വന്തം കാര്യം സിന്ദാബാദ്, അതിലുപരി എന്താണ്, നമ്മൾക്കെല്ലാം സാധിക്കും, എല്ലാം കഴിയും, ഇന്നെല്ലാം തന്റെ വിരൽത്തുമ്പിലുണ്ട് എന്ന അഹങ്കാരാണ്. രാഷ്ട്രങ്ങളായാലും ഈ അയൽപ്പക്ക വേദന അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം നശിക്കും. ആലോചിച്ച് നോക്കൂ, അയൽ വീടുകൾ, അയൽ നാടുകൾ, അയൽ രാജ്യങ്ങൾ ഇതനുസരിച്ചിട്ടില്ല എങ്കിൽ, ഏത് അയൽപ്പക്കത്തെ സ്നേഹിക്കുക, നല്ല അയൽപ്പക്കത്തിന്റെ ആവശ്യകത മനസ്സിലാക്കുക, ഇവ അനുസരിച്ചില്ലെങ്കിൽ സ്വസ്ഥ ജീവിതം, നമ്മളെല്ലാവരുടെയും ലക്ഷ്യതല്ലേ സ്വസ്ഥമായ ഒരു ജീവിതം, അതുണ്ടാവില്ല. നമ്മുടെ അയൽനാടുകളോട് ഇണങ്ങിപ്പോകാൻ നമ്മുടെ നയതന്ത്ര നൈപുണ്യം മൂലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ സത്യം. ശരിയല്ലേ? അതായത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം സ്വസ്ഥ ജീവിതമാണ്. നമ്മുടെ ആഗ്രഹം സ്വസ്ഥ ജീവിതമാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയ ദൗർബല്യമായിട്ട് കാണുന്നത് നമ്മുടെ അയൽനാടുകളോട്, ഇന്ത്യയുടെ അയൽനാടുകളോട് ഇന്നും ഇണങ്ങിപ്പോവാൻ, അല്ലെ? നമ്മളെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൽ രാജ്യങ്ങളായിരിക്കും, അയൽ നാടുകളായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ പറയുന്ന നമ്മുടെ അയൽനാടുകളോട് ഇണങ്ങിപ്പോവാന് നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അയൽപ്പക്കത്തിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നും മനുഷ്യനന്മയ്ക്ക് നിലനിൽപ്പിനും അത് എത്രത്തോളം ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. നമ്മൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിനും നമ്മളുടെ അയൽപ്പക്കം, നമ്മളുടെ നാടിന്റെ അയൽപ്പക്കം, നമ്മളുടെ രാജ്യത്തിന്റെ അയൽപ്പക്കം, ഇവിടെയൊക്കെ സ്വസ്ഥ ജീവിതം വേണമെങ്കിൽ നമ്മളുടെ അയൽ പക്കത്തോട്, അയൽ നാടുകളോട് ഇണങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. പക്ഷെ നമ്മുടെ നാടിനും രാജ്യത്തിനും ഒക്കെ അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യണം. ഇത് പിന്നെ പ്രധാനമായിട്ട് വരുന്ന പദപരിചയം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്, നൽകി എന്നേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ഭാഗം ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോ പറഞ്ഞ പല കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, എൻ്റെ അയൽവക്കക്കാര്, എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. നിങ്ങളുടെ കുട്ടിക്കാലം, ഇപ്പോഴുള്ളത്, അല്ലെ? നമ്മൾ പലപ്പോഴും പറയും അല്ലെങ്കിൽ അകലെയുള്ള ബന്ധുക്കളെക്കാൾ കൂടുതൽ അടുത്തുള്ള ശത്രു ആയിരിക്കും നമുക്ക് ഇതെന്നുള്ളത്, ചിലപ്പോൾ ഉപകാരപ്പെടുക എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മള് അയൽവക്കക്കാരെ ശത്രുവാണോ മിത്രമാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ഇന്ന് അയൽപ്പക്കം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എല്ലാവരെയും പറയല്ല, ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, എല്ലാവരെയും എന്നല്ല. പക്ഷെ ഞാനിത് പറഞ്ഞു കേൾക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്കും തോന്നുന്നില്ലേ പല കാര്യങ്ങളും അതുപോലെ തന്നെയാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്? ഇന്ന് നമ്മളുടെ ജീവിതം മറ്റെന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. അതിനിടയിൽ നമ്മളുടെ സ്വസ്ഥ ജീവിതം ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു പരാതി, പരിഭവം, അതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്നും അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും അതിൽ എത്രത്തോളം പങ്ക് നമ്മുടെ അയൽപ്പക്കം വഹിക്കുന്നുണ്ട്. നമ്മളെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാനിപ്പോ അങ്ങോട്ട് ചെന്നാൽ ഓല് എന്നോട് മിണ്ടൊന്നുമില്ല, അവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആള്, പൈസക്കാര്, ഞാൻ പാവപ്പെട്ടവര്, പിന്നെ ഞാൻ എന്ത് ചെയ്യാം? പക്ഷെ
നമ്മൾ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന രൂപത്തില് നമ്മൾ അയൽപ്പക്കം എന്ന് പറയുന്നത് ഈ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 4, 1, 2, 3, 4 വീടുകൾ, 4 കുടുംബങ്ങൾ, അതിന് പുറകിലായിട്ട് അതിനപ്പുറത്തേക്ക് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്, ഉദാഹരണം ഞാൻ പറയട്ടോ, പണ്ടൊക്കെ ഒരാള് ഒരു ഇത് പറയാം, ഒരാള് എന്താണ് കയ്യില് ഒരു സോപ്പും ചകിരിയും ഒക്കെ വെച്ച് ഒരു തോർത്തുമുണ്ടും തോളത്തിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹം കുളിക്കാൻ പോവാണെന്ന്, അല്ലേ? പക്ഷെ റോഡ് സൈഡിലൂടെ പാടത്തിലൂടെ നടന്നു പോകുമ്പോൾ തോട്ടിലേക്കോ കുളത്തിലേക്കോ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു വ്യക്തി ചോദിക്കും, എങ്ങോട്ടാ, കുളിക്കാനാണോ? നമുക്കറിയാം കുളിക്കാനാണോ, നമ്മളൊന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയാ? അതൊരു മര്യാദയുടെ ഭാഗമാണ്. നമുക്ക് സംസാരിക്കാതെ കടന്നു പോകാൻ പറ്റില്ലായിരുന്നു. ഇന്ന് കണ്ടിട്ടും കാണാത്ത രൂപത്തിലാണ് പലരും നടക്കുന്നത്. എങ്ങനെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്നിട്ടോ 24 മണിക്കൂറും ഒരു മെസ്സേജ് അയച്ചിട്ട് ആ ബ്ലൂടിക്കും വരുന്ന തിരിച്ചു മറുപടി വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാൻ നമുക്കൊരു മടിയില്ല. എന്നാൽ നമ്മൾ എന്നും കാണേണ്ട, നമ്മൾക്ക് ഏറെ ഉപകാരികളാകേണ്ട ആവുന്ന അയൽപക്കത്തെ അല്ലേ? ബാക്കി അപ്പൊ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നല്ല അയൽപക്കത്തിന്റെ ആവശ്യകത, അത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. അയൽപക്കം എന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. സോ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളോ മറ്റോ തോന്നുകയാണെങ്കിൽ വ്യക്തിഗതമായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ അടുത്ത ഒരു മലയാളം ഓൺലൈൻ ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി മറ്റൊരു ചർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.